രേഷ്മയാണ്. ഇന്നത്തേത് ഒരു ചെറിയ യാത്രാവിശേഷമാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ അടുത്തേക്കുള്ള ഒരു കുഞ്ഞു യാത്രയാണ്. ആ യാത്ര എനിക്ക് എത്രത്തോളം സന്തോഷമുണ്ട് എന്നുള്ളത് എൻ്റെ മുഖത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഞാൻ അത്ര ഹാപ്പിയാണ്. അപ്പോൾ അണ്ണാണ് എന്നെ അവിടെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരുപാട് സന്തോഷമായി കേട്ടോ. അണ്ണൻ ഇങ്ങനെ ലീവിന് വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെയൊക്കെ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് അണ്ണൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് കൊണ്ടുപോകാൻ നീ ഒരുങ്ങിക്കോളൂ എന്ന് പറഞ്ഞപ്പം എനിക്കൊരുപാട് സന്തോഷമായി. അവിടെ വീട് പത്തനംതിട്ടയിലാണ്, എൻ്റെ വീടിനടുത്താണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇതാണ് അവിടെ വീട്. പക്ഷേ അവൾ വീഡിയോയിലൊന്നും വന്നില്ല. അവൾ പറഞ്ഞു നീ വേണമെങ്കിൽ എൻ്റെ ഫോട്ടോ കാണിച്ചോ, ഞാൻ ആൽബം കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഇതാണ് അവളും അവിടെ ഹസ്ബൻഡും. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ആൽബമൊക്കെ കണ്ടു. ഇന്ന് അവിടെ മോൻ്റെ ബർത്ത്ഡേയും കൂടാണ്. അവരങ്ങനെ ആഘോഷമായിട്ടൊന്നും നടത്തുന്നില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ചെല്ലുന്നത് പോലും അവൾ അറിഞ്ഞില്ല കേട്ടോ. അവളുടെ മോൻ്റെ ചെറുതലത്തിലെ കുഞ്ഞുടുപ്പുകളൊക്കെ നമ്മളെ കാണിച്ചു തന്നു. പിന്നാണെങ്കിൽ ഇതുണ്ടല്ലോ, ഇത് അവിടെ കുഞ്ഞിൻ്റെ ആദ്യത്തെ പല്ലാണ്, പാൽപ്പല്ല്. അത് പൊഴിഞ്ഞു പോയപ്പോൾ അവൾ എടുത്തു വെച്ചതാണ്. ഇത് കുഞ്ഞിൻ്റെ കുഞ്ഞു ചെരുപ്പ്, പിന്നെ അവളുടെ പ്രഗ്നൻസി കാർഡ്, പിന്നെ കുഞ്ഞ് കരിവളകൾ. ആദ്യമായിട്ട് അവൾ കുഞ്ഞിന് ഇട്ട് കൊടുത്ത് 28 കെട്ടിന് ഇട്ട് കൊടുത്ത് ആ കരിവള, ഇതെല്ലാം അവൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ആ മോന് 7 വയസ്സായി. പക്ഷേ ഇപ്പോഴും അതൊക്കെ അവൾ സൂക്ഷിച്ച് വെച്ചേക്കും. ഇത് ഫസ്റ്റ് പിറന്നാളിനിട്ട ഉടുപ്പാണ്. പിന്നെ പള്ള ഉടുപ്പ്, ഇത് ലൈഫ് ലൈനിൽ നിന്ന് ആദ്യം കുഞ്ഞിനിട്ട് കൊടുത്ത ഉടുപ്പ്, ആദ്യമായിട്ട് കുഞ്ഞിനിട്ട ഉടുപ്പാണ്. ഇതൊക്കെ അവൾ ഇങ്ങനെ എടുത്ത് വെച്ചത് കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന അമ്മമാരുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ 7 വർഷത്തോളം ആ ഉടുപ്പൊക്കെ പുതിയതുപോലെ തന്നെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അവൾ കൊണ്ടുപോവാണ്. ഇതാണ് അവിടെ മോൻ. ഈ മോൻ്റെ കുഞ്ഞിലത്തെ ഉടുപ്പൊക്കെയാണ് അവൾ എന്നെ കാണിച്ചത്. പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്നിട്ട് അവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ അവൾ എനിക്ക് ഉപ്പിലിട്ട മാങ്ങ തന്നു. പിന്നെ മോൻ്റെ കൂടെ നിന്ന് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് ഒന്ന് ചിരിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളി ചിരിക്കത്തില്ല, നാണമായിരുന്നു. അങ്ങനെ എൻ്റെ കൂടെ നിർത്തി ഞാൻ ഫോട്ടോ എടുത്ത് ചിരിക്കാൻ ഇങ്ങനെ പറഞ്ഞതാണ്. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് അവളോട് യാത്രയൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി. അവളുടെ സ്വന്തം വീട് പൂതങ്കരയിലാണ്. അവളെ കെട്ടിച്ചുകൊണ്ട് വന്നതാണ് പത്തനംതിട്ടയിൽ കേട്ടോ. ഇതിൻ്റെ അപ്പുറവശത്ത് നമ്മുടെ വീടാണ്, എൻ്റെ വീടാണ്. അപ്പുറത്ത് ഞങ്ങൾ വീട്ടിൽ കയറിയില്ല, പപ്പയും അമ്മയൊന്നും അവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ തിരിച്ച് നമ്മുടെ പത്തനാപുരത്തോട്ട് പോവുകയാണേ. അതാണ് ചുട്ടിപ്പാറ. ഈ ചുട്ടിപ്പാറ പോകണം എന്ന് എനിക്കൊരുപാട് നാളത്തെ ആഗ്രഹം, പക്ഷേ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. അവിടെ ഇന്നിങ്ങനെ പപ്പയുടെയൊക്കെ കൂടെ പോകുമ്പം ഞാൻ പറയും അവിടെ ഒരു ദിവസം പോകണം പപ്പ എന്ന് പറയും. പക്ഷേ പോകാൻ പറ്റിയിട്ടില്ല. ഒരു ദിവസം എന്തായാലും പോകണം. അപ്പോൾ നല്ല മഴക്കോളുണ്ടായിരുന്നു. തിരിച്ച് വന്നപ്പോൾ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് അണ്ണ അവിടെയാണ് താമസിക്കുന്നത്. അണ്ണൻ ഞങ്ങൾക്ക് പേരക്കയൊക്കെ പറിച്ചു തന്നു. ഞങ്ങൾ കയറിയില്ല, അത് അണ്ണൻ്റെ ഫ്ലാറ്റാണേ, കയറിയില്ല. തിരിച്ച് ഞങ്ങൾ വണ്ടിക്കകത്തിരുന്ന് തന്നെ പേരക്കയൊക്കെ കഴിച്ചു. ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിംഗ് കൂടെ ഉണ്ടായിരുന്നേ. അണ്ണന് കുറച്ച് ഷർട്ടും പാൻറ്റും ഒക്കെ എടുക്കണമായിരുന്നു. ഞങ്ങൾ കോന്നിയിലെത്തി. കോന്നിയിൽ നമ്മുടെ അഞ്ജലിയിൽ നിന്നാണ് നമ്മൾ പാൻറ്റ് എടുക്കുന്നത്. ഷർട്ട് അവിടെ നിന്ന് എടുത്തില്ല, പാൻറ്റ് മാത്രമേ എടുത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി പാൻറ്റൊക്കെ സെലക്ട് ചെയ്തേ. അപ്പോഴേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം അവിടെ നിന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തു. ഒരു ബെഡ്ഷീറ്റ് 3 പാൻസുമാണ് എടുത്തത്, അതെടുത്തു. ഷർട്ട് ഞങ്ങൾ പത്തനാപുരത്തു നിന്നാണ് എടുത്തത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നേരെ ഞങ്ങൾ വന്നത് പത്തനാപുരത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈലിലാണ്. അങ്ങനെ ലൈഫ് സ്റ്റൈലിൽ നിന്നും അണ്ണാണ് ഷർട്ടൊക്കെ എടുത്തു. അണ്ണാണ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. അണ്ണാണ് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഷർട്ടൊക്കെ എടുത്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.